നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ ഉജ്ജ്വല ബാല്യം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാർ ഭിന്നശേഷിക്കാരോട് കടുത്ത അവഗണനയാണ് തുടരുന്നതെന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ്. ഇന്ത്യൻ ഭരണഘടന വധഭീഷണിയിലാണെന്നും മതസാഹോദര്യത്തിന് കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. പക്ഷികളുടെ ലോകത്തെ തുറന്നു കാണിച്ച് ചിറകടികൾ 2.0 ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിതെന്നും ഗാന്ധി എന്ന പക്ഷിയുടെ ചിറകൊച്ചകൾക്ക് വീണ്ടും കാതോർക്കണമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട്ട് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. 7.5 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഭരണഘടന സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത് നമ്മുടെ ഭരണഘടനയാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളാണ് നമ്മുടെ കരുത്ത്. ഭരണഘടനാ അവകാശങ്ങൾ നേടിത്തരാൻ ജീവൻ ബലിയർപ്പിച്ചവരെ നമുക്ക് ആദരവോടെ ഓർക്കാമെന്നും മന്ത്രി പറഞ്ഞു. 7.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയായി മാറിയിരിക്കുന്നു. ഇന്ത്യയായി നിലനിർത്തുന്ന പ്രധാന ഘടകമാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യയുടെ ജീവവായുവാണ് ഭരണഘടന. രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളാണ് നമ്മുടെ കരുത്ത്. അത് തകർക്കപ്പെടാൻ അനുവദിച്ചുകൂടാ. ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിത്തരാൻ ജീവൻ ബലിയർപ്പിച്ചവരെ നമുക്ക് ആദരവോടെ ഓർക്കാം. നേരത്തെ വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച മന്ത്രി 28 പ്ലാറ്റൂണുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. കോഴിക്കോട് റൂറൽ ASP അങ്കിത് സിംഗ് പരേഡ് കമാൻഡറും കോഴിക്കോട് സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് സബ് ഇൻസ്പെക്ടർ മുരളീധരൻ P സെക്കൻഡ് പരേഡ് കമാൻഡറുമായിരുന്നു. സബ് ഇൻസ്പെക്ടർ പോലീസ് DHQ കോഴിക്കോട് റൂറൽ ശ്രീ സഞ്ജീവൻ നയിക്കുന്ന DHQ കോഴിക്കോട് റൂറൽ ചെയ്യുന്നു. നയിക്കുന്ന NCC ബോയ്സ് ജൂനിയർ ഡിവിഷൻ ആർമി വിംഗ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. മേയർ ബീന ഫിലിപ്പ്, MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, MK രാഘവൻ MP, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സബ് കളക്ടർ ഹർഷിൽ ആർ മീണ, അസിസ്റ്റന്റ് കളക്ടർ പ്രതീക് ജെയിൻ, ADM C മുഹമ്മദ് റഫീഖ്, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉജ്ജ്വല ബാല്യം റിപ്പബ്ലിക് ദിന പരേഡ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾക്കുള്ള ട്രോഫികളും മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മാനിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പോലീസ്, അഗ്നിശമന സേന, ഫോറസ്റ്റ്, എക്സൈസ്,
അഗ്നിശമന സേനയുടെ സിവിൽ ഡിഫൻസ്, NCC, SPC, സ്കൗട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, ടീം കേരള യുവജന സന്നദ്ധ സേന ഉൾപ്പെടെ 28 പ്ലാറ്റൂണുകളാണ് പങ്കെടുത്തത്. സിറ്റി പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് മികച്ച പരേഡിനുള്ള ട്രോഫി മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്നും ഏറ്റുവാങ്ങി. SPC കോഴിക്കോട് സിറ്റിയുടെ 3ാമത്തെ പ്ലാറ്റൂൺ വിദ്യാർത്ഥികളുടെ മികച്ച പരേഡിനുള്ള അവാർഡും ഏറ്റുവാങ്ങി. പരേഡിൽ പങ്കെടുത്ത മുഴുവൻ പ്ലാറ്റൂണുകൾക്കും മന്ത്രി ട്രോഫി സമ്മാനിച്ചു. ശ്രീ രമേശ്, എക്സൈസ് ഇൻസ്പെക്ടർ, ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കോഴിക്കോട്. ശ്രീ കെ ഷാജു, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹരായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസ് +1 വിദ്യാർത്ഥി ധ്യാൻ ബി, സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ചാരു നൈനിക, നല്ലൂർ GUP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥി ആദി കേശ് പി, പറയഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥി മണി പി എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനവും നൃത്താവിഷ്കാരവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. സംസ്ഥാന സർക്കാർ ഭിന്നശേഷിക്കാരോട് കടുത്ത അവഗണനയാണ് തുടരുന്നതെന്ന് സംഗമം ആരോപിച്ചു. മാനാഞ്ചിറ സ്ക്വയർ പരിസരത്താണ് പരിപാടി നടന്നത്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് വളയത്ത് ജോസഫിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചും ഇടതുപക്ഷ സർക്കാരിന്റെ ഭിന്നശേഷിക്കാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുമാണ് പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. എല്ലാ മേഖലകളിലും ക്രൂരതയാണ് സർക്കാർ ഭിന്നശേഷിക്കാരോട് കാണിക്കുന്നതെന്നും ഇത്തരം ആത്മഹത്യ ഉണ്ടാവാതിരിക്കാനാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സർക്കാരിൻ്റെ വികലമായ നയത്തിൻ്റെ ഭാഗമായി. പെൻഷൻ നമ്മുടെ രാജ്യത്ത് കൊടുക്കേണ്ടത് അതൊരു അവകാശമാണ്, അതൊരു ആനുകൂല്യമല്ല, അവകാശമാണ്. ഇവർക്ക് അനുവദിക്കപ്പെട്ട അർഹതപ്പെട്ട പെൻഷൻ പിടിച്ചു വെക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ്റിന് ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന അഴിമതിയും ധൂർത്തും അവർ ആർഭാടമായ അവരുടെ ജീവിതവും നമ്മൾ കാണുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിലൊന്നും ഒരു പഞ്ഞവുമില്ലല്ലോ. എല്ലാ കാര്യങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നവർ രാജ്യത്തെ സർക്കാർ അതുപോലെ തന്നെ സർവീസ് സംഘടനകളുടെ നമ്മുടെ ആളുകളുടെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ ആനുകൂല്യങ്ങൾ തടയുന്നു, ക്ഷേമ പെൻഷനുകൾ നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വേണ്ട എങ്ങനെയൊക്കെ ഈ രാജ്യത്ത് പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തി വിജയിച്ച ഒരു ഗവൺമെൻറ് ലോകത്തുണ്ടെങ്കിൽ അത് കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ റെക്കോർഡ് ലഭിച്ചിരിക്കുക. ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്നാണ്. മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയുമായി നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നു. ജോസഫ് പാപ്പച്ചമാർ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് നൽകുന്നു. വരാനിരിക്കുന്ന ആളുകൾക്ക് തന്നെയെങ്കിലും ബാധിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിരിക്കുക. സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, മൊയ്തീൻ കോയ, സുനീർ വാവാട്, കബീർ കുന്നമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ എന്നതിൽ നിന്നും ഭിന്നശേഷി പെൻഷൻ മാറ്റി ഭിന്നശേഷി പെൻഷനായി എല്ലാ ക്ഷേമ പെൻഷനിൽ നിന്നും 25% കൂട്ടി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ഇന്ത്യൻ ഭരണഘടന വധഭീഷണിയിലാണെന്നും മതസാഹോദര്യത്തിന് കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാരുകളെ അവഗണിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വധഭീഷണിയിലായ ഒരു ഭരണഘടനയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്. എപ്പോഴാണ് ഭരണഘടനയുടെ കഥ കഴിയുക എന്ന് പറയാൻ നമുക്ക് സാധ്യമാക്കാത്ത നിലയിലേക്കുള്ള സംഭവവികാസങ്ങളാണ് നടക്കുന്നത്. അപകടകരമായ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് പോവുകയാണ്. ഈ ഭരണഘടന ഇന്ത്യയെ നിലനിർത്തുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ, ആ ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ്. ഫെഡറൽ സംവിധാന തത്വങ്ങൾക്ക് വലിയ പ്രാധാന്യവും പങ്കുമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നതും അത് നാം പ്രചരിപ്പിക്കുന്നതും. സെക്യുലറിസം, മത സാഹോദര്യവും മതനിരപേക്ഷതയും നിലനിന്ന് പോവുക എന്നുള്ളതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ആ സെക്യുലറിസവും വലിയ നിലയിലുള്ള ഭീഷണികൾ നേരിടുന്നു. ഇന്ത്യയിൽ ഒരു മതവും മറ്റു മതങ്ങളോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കണമെന്ന് പറയുന്നില്ല. എല്ലാ മതവും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം നൽകുന്ന മതങ്ങളാണ്. എന്നാൽ മതസാഹോദര്യത്തിന് കടുത്ത വെല്ലുവിളികൾ വരുന്ന നിലയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ രാജ്യത്ത് നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ പ്രധാന തത്വങ്ങളെല്ലാം, ഫെഡറൽ സംവിധാന തത്വങ്ങൾ, സെക്യുലറിസം, ജനാധിപത്യം ഒക്കെ അപകടകരമായ പാതയിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് സഞ്ചരിക്കുന്നത്. ഭരണഘടന വധഭീഷണിയിലാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാന സർക്കാരുകൾ, അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളാണെങ്കിൽ ആ സർക്കാരുകളെ വകവെക്കുന്നില്ല, ആ സർക്കാരുകളെ പരിഗണിക്കുന്നില്ല, ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു, ഫെഡറൽ സംവിധാന തത്വങ്ങളെ കാറ്റിൽ പരത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഭരണഘടന വധഭീഷണിയിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പക്ഷികളുടെ ലോകത്തെ തുറന്നു കാട്ടി ചിറകടികൾ 2.0 പ്രദർശനം ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. കോഴിക്കോട്ടെ ബേഡേഴ്സ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളായ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അപൂർവയിനം പക്ഷികളുടെ ചിത്രങ്ങളും കാണാം. അപൂർവമായി കാണാൻ കഴിയുന്ന ബാണാസുര ചിലുചിലപ്പന്റെയും രാജസ്ഥാനിലെ മീൻകൂമന്റെയും സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന്റെയും അടക്കം കാട്ടിലെയും നാട്ടിലെയും പക്ഷികളുടെ മിഴിവേറിയ 49 ഫോട്ടോകളും ഒരു പെയിന്റിങ്ങുമാണ് പ്രദർശനത്തിലുള്ളത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 11 മണി മുതൽ 7 മണി വരെയാണ് പ്രദർശനം. ചിത്രപ്രദർശനം ജനുവരി 28-ന് സമാപിക്കും. ഇത് ഇവിടെ നമ്മൾ എല്ലാം പക്ഷികൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ റെയറായിട്ടുള്ള പക്ഷികൾ ഉണ്ട്. അപ്പം ഓരോന്നിനെയും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് ആൾക്കാർക്കത് മനസ്സിലാവും. തന്നെയല്ല, അത് മാത്രമല്ല, ഒരുപാട് പല കൺസെപ്റ്റ്സും ഉണ്ട്. 2019 കോഴിക്കോട് ബീച്ചിൽ വിരുന്നെത്തിയ വലിയ രാജഹംസം എന്ന ദേശാടന പക്ഷിയെ ആളുകൾ കല്ലെറിഞ്ഞ് കൊന്നതിൽ വേദനിച്ചാണ് പക്ഷിസ്നേഹികൾ കോഴിക്കോട്ട് ബേഡേഴ്സ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. സംഘടനയുടെ ഭാഗമായ 3 സ്ത്രീകളടക്കമുള്ള 14 ഫോട്ടോഗ്രാഫർമാരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ചിറകടികൾ എന്ന കൂട്ടായ്മ. അപ്പോൾ ബീച്ചിൽ പിന്നെ എല്ലാവർക്കും അറിയില്ലല്ലോ അങ്ങനെ ഒരു പക്ഷിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടികൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കുട്ടികൾ അതിനെ കല്ലെറിഞ്ഞിട്ട് ആ പക്ഷി മരിച്ചുപോയി. അപ്പം നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു സങ്കടം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള പക്ഷി സ്നേഹികളെല്ലാവരും കൂടി കോഴിക്കോട് ബീച്ചിലൊന്ന് ഒത്തുകൂടെ ഉണ്ടായി. കൂട്ടായ്മയുടെ ആദ്യ പ്രദർശനം 2020 ജനുവരിയിലാണ് നടത്തിയത്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് ചിത്രപ്രദർശനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതേതര ഇന്ത്യയുടെ ബഹുഭാഷാ സങ്കല്പങ്ങളിൽ ബഹുസ്വരത നിലനിർത്താൻ സഹായിക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭാഷയാണ് അറബിയെന്ന് KAMA സംസ്ഥാന നേതാവ് PP ഫിറോസ്. KAMA സിറ്റി ഉപജില്ലാ സമ്മേളനം തളി UP സ്കൂളിൽ നടന്നു. KAMA കോഴിക്കോട് സിറ്റി ഉപജില്ലാ സമ്മേളനം സംസ്ഥാന ട്രഷറർ PP ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷ ഇന്ന് വിവിധ കോണുകളിൽ നിന്നുമുള്ള ഭീഷണിയുടെ നിഴലിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അറബി ഭാഷയ്ക്ക് ലോകത്ത് ലഭിക്കുന്ന അംഗീകാരം ഉയർത്തിക്കാട്ടി പ്രവർത്തന മേഖലയിൽ സജ്ജരാകേണ്ടതുണ്ടെന്നും തളി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന സിറ്റി ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് അൻസാർ നന്മണ്ട അധ്യക്ഷനായിരുന്നു. മുസ്ലിം വിദ്യാഭ്യാസ ഓഫീസർ T ഫൈസൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് EC നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി TK ഫിറോസ്, അഡ്വക്കേറ്റ് G സിനി, ഡോക്ടർ സിദ്ദിഖ്, അഹമ്മദ് കോയ, രഹനാസ് ടീച്ചർ, KP ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് കോഴിക്കോട് റവന്യൂ ജില്ലാ അറബി അധ്യാപക കലാസാഹിത്യ മത്സരത്തിൽ ഓവറോൾ കിരീടം നേടിയ സിറ്റി ഉപജില്ലാ ടീമിനെ അനുമോദിച്ചു. ടീം അംഗങ്ങളായ ഡോക്ടർ അഹമ്മദ് കോയ, ഡോക്ടർ സിദ്ദിഖ്, മുഹമ്മദ് ഫാസിൽ, KP, ഷബീർ KP, ഹസൻ കുഞ്ഞ്, സജ്ന P, സുമയ്യ K തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. അധ്യാപികമാരായ PT മറീന, KP നസീഹത്ത്, സാനിദ, നൂർജഹാൻ, കിരൺ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. കോളേജിലെ മുൻ ചരിത്ര വിഭാഗം മേധാവി MC വസിഷ്ഠാണ് പ്രദർശനമൊരുക്കിയത്. ഇന്ത്യയുടെയും മലബാറിന്റെയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സംഭവങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമര ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. കോളേജിലെ മുൻ ചരിത്ര വിഭാഗ മേധാവി പ്രൊഫസർ MC വസിഷ്ഠാണ് പ്രദർശനമൊരുക്കിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെയും മലബാറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെയും നിർണായക സംഭവങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളും വിവരണങ്ങളുമാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. പ്രദർശനം കോളേജ് പ്രിൻസിപ്പൽ സച്ചിൻ P. ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്ത്, അധ്യാപകരായ ക്രിസ്റ്റി അലക്സ് പേരയിൽ, കാശ്യപ്, വിദ്യാർത്ഥികളായ ഫിദ ഷെറിൻ, അമൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാദാപുരം പെരിങ്ങത്തൂർ NM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗർബിയ 24 എന്ന പേരിൽ നടന്ന ഇംഗ്ലീഷ് ഫെസ്റ്റ് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. രാവിലെ മുതൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ അവരുടെ പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ഇൻസ്റ്റലേഷൻ, ഡിബേറ്റ്, പദ്യം ചൊല്ലൽ, പ്രസംഗം തുടങ്ങിയവ അവതരിപ്പിച്ചു. So what if I hack the AI and make it do something evil? So what can you do about that? And also, now we are controlling AI. In future, AI will control us. It is very good. It's not good, right? മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരുന്നു പരിപാടികൾ. പരിപാടികളോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഇംഗ്ലീഷ് ഫെസ്റ്റ് സംസ്ഥാനതല ഇംഗ്ലീഷ് റിസോഴ്സ് അധ്യാപകൻ വടേക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിത്തരുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് എങ്കിലും മാതൃഭാഷ കഴിഞ്ഞേ നാം ഇംഗ്ലീഷിനെ സ്നേഹിക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ NA മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ VK അബ്ദുൽ നാസർ, PTA പ്രസിഡന്റ് NP മുനീർ, SRG കൺവീനർ റഫീഖ് കാരക്കണ്ടി, സ്റ്റാഫ് സെക്രട്ടറി PK നൌഷാദ്, M സിദ്ദിഖ്, ക്ലബ് കൺവീനർ ഷൗക്കത്ത് അടുവാട്ടിൽ, VP ഖാലിദ് തുടങ്ങിയവരും സംസാരിച്ചു. മുഹമ്മദ് കൊട്ടാറത്ത്, KP സുബൈർ, K മുഹമ്മദ്, C ഷീജ, KK സുലയ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അരയടുത്തുപാലം ആർവിയോൺസ് ട്രെയിനിംഗ് സെന്റർ സൈനിക പ്രവേശനത്തിനുള്ള സൗജന്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ജനുവരി 28-ന് ആർവിയോൺ സെന്ററിലാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. നമുക്ക് ഈ വരുന്ന 28-ാം തീയതി അരയടുത്തുപാലം ബേബിയമ്മ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള തിരുത്തിയാന സ്ഥലത്ത് ആർവിയോൺസ് ഉള്ള അക്കാഡമിയിൽ വെച്ചിട്ട് നമ്മൾ ആർമി പോലീസിലേക്ക് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു ഫ്രീ ആയിട്ടൊരു മെന്ററിങ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇത്ര വയസ്സ് മുതൽ ആണ് കുട്ടികൾക്ക് ആർമിയിലേക്കോ അല്ലെങ്കിൽ പോലീസിലേക്കോ ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഫാഷനാണ് ആർമിയിലേക്കും പോലീസിലേക്കും പോകുന്ന ഒരു ഫാഷനാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഇത് കറക്റ്റ് ഒരു മെന്ററിങ് കിട്ടാത്തതിനെ കൊണ്ട് അവരെ ഏജ് ഓവർ ആയിട്ട് അവർക്ക് ഈ ഒരു
ജോബിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ സിറ്റുവേഷൻ വരുന്ന പലതും എനിക്കറിയാം. കാരണം ആയിരക്കണക്കിന് കുട്ടികളാണ് ഇപ്പോൾ ആർമിക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടി പങ്കെടുക്കുന്നത്. പക്ഷെ അതിൽ പലപ്പോഴും കുട്ടികൾ പല സൈറ്റിലും കയറി അവരെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യും. പക്ഷെ അതിനുശേഷം ഏത് രീതിയിൽ എത്ര കിലോമീറ്റർ വരെ ഓടണം, എന്ത് ഭക്ഷണം കഴിക്കണം, അവർക്ക് ചെസ്റ്റ് അളവ് എത്ര വേണമെന്നുള്ള കുട്ടികൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കുട്ടികളും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ആർവിയോൺസ് പ്രീ മിലിറ്ററി റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് സെന്റർ സൈനിക പ്രവേശനത്തിനുള്ള പരിശീലനത്തെക്കുറിച്ച് സൗജന്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. അരയിടത്തുപാലം ആർവിയോൺസ് ട്രെയിനിംഗ് സെന്ററിൽ ജനുവരി 28 ഞായറാഴ്ചയാണ് ക്ലാസ് നടക്കുക. താൽപ്പര്യമുള്ളവർ ജനുവരി 27 5 മണിക്ക് മുൻപായി 8089223223 എന്ന നമ്പറിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ആർവിയോൺസ് ചെയർമാൻ രഞ്ജിത്ത് ആർവിയോൺസ്, CEO നിഷ രഞ്ജിത്ത്, നാഷണൽ ഡിഫൻസ് അക്കാദമി റിട്ടയർഡ് ഓഫീസർ SK നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ ഉജ്ജ്വല ബാല്യം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാർ ഭിന്നശേഷിക്കാരോട് കടുത്ത അവഗണനയാണ് തുടരുന്നതെന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ്. ഇന്ത്യൻ ഭരണഘടന വധഭീഷണിയിലാണെന്നും മതസാഹോദര്യത്തിന് കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. പക്ഷികളുടെ ലോകത്തെ തുറന്നു കാണിച്ച് ചിറകടികൾ 2.0 ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.